എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിതൗട്ട് എൻഡ്, ചാപ്റ്റർ 8, വെനസ്ഡേ 4 AM to 9 PM. ട്യൂസ്ഡേ മിഡ്നൈറ്റിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ്, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് 10 മിനിറ്റ് 12:10 ട്രാക്ടർ നിർത്തിയ ഡോക്ടർ അന്നത്തെ ഹോൾട്ടിന് മുമ്പായിട്ട് അസഹനീയമായ തണുപ്പ് മൂലമാണ് അവരന്ന് ആ സമയത്ത് നിർത്തിയത്. ആ തണുപ്പ് നേരിടുന്നതിനായിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് ആദ്യമേ എടുത്തു. ആദ്യമായിട്ട് ചെയ്ത കാര്യം, സ്റ്റൗവ് 2 ബർണറും ഫുള്ളായിട്ട് കത്തിച്ച് അതിൻ്റെ ചിമ്മിനി പുറത്തേക്ക് സെറ്റ് ചെയ്തു. അതായത് ചൂടകത്ത് കിട്ടും, പുക പുറത്തു പോകും, ആ രീതിയിലത് ചെയ്തു. പിന്നീട് ചെയ്ത കാര്യം, എല്ലാവരും നല്ല ചൂടോടെ 2 കപ്പ് കോഫി കുടിച്ചു. അങ്ങനെ ഏകദേശം 12:30 എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്നതും വളരെ ടൈറ്റായിട്ടാണ്. കാരണം 12 ആൾക്കാരുണ്ട്. അതായത് ആ ട്രാക്ടർ ക്യാബിൻ്റെ ഡബിൾ കപ്പാസിറ്റിയാണ്. അതിൻ്റെ കപ്പാസിറ്റിയുടെ ഡബിളാണ് അവിടെ കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അടുങ്ങി കിടക്കുമ്പോൾ ചൂട് കൂടും. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും തണുപ്പ് സഹിക്കാൻ വയ്യ. എല്ലാവരും തടുത്ത് പറിച്ചിങ്ങനെ കിടന്നു. ഒരാൾ പോലും ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ടോർച്ച് എടുത്തു, വാച്ചിലേക്ക് നോക്കി. പുലർച്ചെ 4 മണി. ആ സമയത്ത് ടോർച്ചിൻ്റെ വെളിച്ചം കണ്ട് നമ്മുടെ മിസ്റ്റർ കൊഴാസിനി ചോദിച്ചു, എന്താ ഡോക്ടർ, ഉറക്കമില്ലേ? ഡോക്ടർ തിരിച്ചു ചോദിച്ചു, ഇവിടെ ആരാ ഉറങ്ങിയിട്ടുള്ളത്? അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ബങ്കുകളിലും അതുപോലെ ആ ക്യാബിൻ്റെ നിലത്തുമൊക്കെ കിടക്കുന്നവരിങ്ങനെ വിറച്ച് കിടക്കുന്നു എന്നല്ലാതെ ഒരാളും ഉറങ്ങുന്നില്ല. ആകെ അല്പം ഉറങ്ങുന്നത് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന മാഹ്ളർ എന്ന മനുഷ്യൻ മാത്രമാണ്. പിന്നെ മിസ് മേരി ലിഗാഷ് വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. അങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടപ്പുണ്ട്, ഉറക്കമല്ല, കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ട്, അനങ്ങാൻ വയ്യ. കാരണം അത്രയും പ്രായമായ ഒരു സ്ത്രീയാണ്. അങ്ങനെ എല്ലാവരും വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. ഡോക്ടർ ചോദിച്ചു, ആരെങ്കിലും ഇത്രയും നേരം ശരിക്കും ഉറങ്ങിയോ? ഇല്ല, ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇനി ആർക്കെങ്കിലും ഉറങ്ങാൻ താല്പര്യമുണ്ടോ? അതിനും നിഷേധം, ആർക്കും താല്പര്യമില്ല. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും എണീറ്റു. ഡോക്ടർ ട്രാക്ടർ ക്യാബിൻ്റെ അകത്തുള്ള ലൈറ്റ് ഓൺ ചെയ്തു. വളരെ ഡിമ്മായിട്ടൊരു ലൈറ്റ്. അപ്പോൾ ഡോക്ടർക്ക് അപകടം മനസ്സിലായി. ട്രാക്ടറിൻ്റെ ബാറ്ററി ആ തണുപ്പത്ത് വല്ലാതെ വീക്കായിരിക്കുന്നു. ഇനി അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്വല്പം പണിയുണ്ട്. അദ്ദേഹം ജാക്സ്ട്രോയോട് ചോദിച്ചു, എന്താ ജാക്സ്ട്രോ, മറ്റേ വണ്ടിയുടെ ഇപ്പം അവസ്ഥ എന്തായിരിക്കും? എല്ലാം തണുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. ബാറ്ററി ചാർജ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ജാക്സ്ട്രോ പറഞ്ഞു, ബാറ്ററി നമുക്ക് അഴിച്ചെടുത്ത് സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കണം. പിന്നെ എൻജിനൊന്ന് ചൂടാക്കാൻ ഞാൻ ബ്ലോ ടോർച്ച് എടുക്കാം. ബ്ലോ ടോർച്ച് എന്ന് പറഞ്ഞാൽ പെട്രോള് കത്തിച്ച് തന്നെയുള്ള ഒരു ചൂടും തീയും എല്ലാം കൂടി വരുന്ന ഒരു സാധനമാണ്. അതെടുത്ത എൻജിൻ്റെ പെട്രോൾ വരാത്ത ഭാഗങ്ങളിൽ, പെട്രോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോളിൻ്റെ അടുത്ത് തീ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. ബാക്കി അതിൻ്റെ ക്രാങ്ക് കേസ്, റേഡിയേറ്റർ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചൂടാക്കുക. റേഡിയേറ്ററിൻ്റെ കാര്യം പ്രത്യേകം പറയണം. കാരണം അതിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ ഇപ്പോൾ ഐസായിട്ടിരിക്കുന്നുണ്ടാവും ഈ തണുപ്പത്ത്. അതിൽ ഈ ഐസാവാതിരിക്കാനുള്ള ചില കെമിക്കൽസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതിനേക്കാളൊക്കെ വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലാണിപ്പോൾ അവിടുത്തെ അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ റേഡിയേറ്ററിൻ്റെ അകത്ത് വെള്ളം കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ട്രാക്ടറിൻ്റെ ഗിയർ ബോക്സ്, അങ്ങനെ പല ഭാഗങ്ങളിലും ഓയിൽ കട്ട പിടിക്കും. അങ്ങനെ അവർ ജാക്സ്ട്രോ ബ്ലോ ടോർച്ച് എടുത്തു. അപ്പോഴേക്കും ഡോക്ടറും മറ്റുള്ളവരൊക്കെ ചേർന്ന് ആ ബാറ്ററി അഴിച്ച് സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അങ്ങനെ വളരെ നേരത്തെ ശ്രമത്തിന് ശേഷം അവർ ബാറ്ററി തിരിച്ചുകൊണ്ട് എൻജിൻ ഫിറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, മീൻസ് എൻജിൻ അനങ്ങുന്നേ ഇല്ല. പിന്നെ
അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരാരും മെക്കാനിക്കുകളല്ല. ആക്ച്വലി ഈ ടീം ഗ്രീൻലൻഡിലേക്ക് വരുമ്പോൾ അവരുടെയൊക്കെ 2 ട്രാക്ടർ ഡ്രൈവർ കം മെക്കാനിക്സ് ഉണ്ടായിരുന്നു. അതിലൊരാൾ അസഹനീയമായ ഈ കാലാവസ്ഥ നേരിടാൻ വയ്യാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. അവസാനം ഡോക്ടർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ IGY ടീമിൻ്റെ കൂടെ അയാളെ പറഞ്ഞയക്കുകയായിരുന്നു. പിന്നെ ഒരാളുള്ളത് നമ്മുടെ ഇവരുടെ ഫീൽഡ് എക്സ്പെഡിഷൻ ടീമിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരൊന്നും ട്രാക്ടർ അഴിച്ച് റിപ്പയർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതിനനുസരിച്ച് അവർ ആദ്യമായിട്ട് ചെയ്ത് കാർബറേറ്റർ അഴിച്ചു. നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ അകത്തല്ല ഐസ്. നിങ്ങൾ ആലോചിക്കും, കാർബറേറ്ററിൻ്റെ അകത്ത് എങ്ങനെ ഐസ് വരും, അതിൻ്റെ അകത്ത് പെട്രോളല്ലേ ഉള്ളൂ എന്നാലോചിക്കും. അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ്, എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിലല്ല, വരുന്ന ഒരു ചാപ്റ്ററിൽ നമ്മുടെ മിസ്റ്റർ മാളർ ഇതിനുള്ള ഉത്തരം പറയും. കാർബറേറ്ററിൻ്റെ അകത്ത് എങ്ങനെ ഐസ് വന്നു എന്നപ്പം മനസ്സിലാക്കാം. അങ്ങനെ കാർബറേറ്ററെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ ക്രാങ്ക് കേസ്, ഗിയർ ബോക്സ്, ഇങ്ങനെയുള്ള വലിയ സാധനങ്ങൾ, അത്ര മൈന്യൂട്ടല്ലാത്ത സാധനങ്ങളൊക്കെ അഴിച്ച് അതിലെല്ലാം ഈ പറഞ്ഞ ഓയിൽ കട്ട പിടിച്ചിരിക്കുകയാണ്. പുറത്ത് ബ്ലോ ടോർച്ച് അടിച്ചിട്ടൊന്നും അത് ശരിയായിട്ടില്ല. അത് മുഴുവൻ മാറ്റി. പിന്നെ അവർക്ക് അതിൻ്റെ സ്പെയർ ഉണ്ട്, ഓയിലൊക്കെ സ്പെയർ ഉണ്ട്, അത് ഫില്ല് ചെയ്തു. അത് പിന്നെ എപ്പോഴും സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചിരിക്കും, അതുകൊണ്ട് അത് കാര്യമായിട്ട് കട്ട പിടിക്കില്ല. അങ്ങനെ വളരെ നേരത്തെ ശ്രമഫലമായിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് ട്രാക്ടർ ഒന്ന് സ്റ്റാർട്ടായി കിട്ടി. സോ അവർ യാത്ര ആരംഭിച്ചു. 6:30 മണി സമയത്ത് അവർ യാത്ര ആരംഭിച്ചു. ആദ്യം കൊറാസിനിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അത്രയും അസഹനീയമായ തണുപ്പായതുകൊണ്ട് ഡോക്ടർ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒരാൾ 15 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും വളരെ റിസ്ക്കിയാണ്. അത്തരം ഒരനുഭവം ഡോക്ടർ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വർഷമല്ല, കഴിഞ്ഞ വർഷം ഒരു IGY ടീം അന്റാർട്ടിക്കയിൽ, അന്ന് അവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം, അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഗ്രീൻലൻഡിനേക്കാൾ തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനേക്കാൾ തണുപ്പുള്ള സമയത്ത് ഒരു ട്രാക്ടർ ഡ്രൈവർ ഈ ഒരു IGY ടീമിൻ്റെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് കുറേ നേരം ഓടിച്ചു. പിന്നീടാണ് മനസ്സിലാവുന്നത്, ആ അസഹനീയമായ തണുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ കൈവിരലുകളെല്ലാം കോച്ചി പിടിച്ചിരിക്കുകയാണ്. അത് സ്റ്റിയറിങ്ങിൽ നിന്ന് എടുക്കാൻ വഴിയില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന പോലെയല്ല, ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ലാൻഡാണല്ലോ, അതുകൊണ്ട് ഈ സ്റ്റിയറിങ് തിരിക്കേണ്ട ആവശ്യം വരില്ല. കൈ ഇങ്ങനെ അതിൽ ചുമ്മാ വെച്ചോണ്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൈയൊക്കെ ഒന്ന് അനക്കും, അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയും. ഇതങ്ങനെ അറിയില്ല. അങ്ങനെ ലാസ്റ്റ് അവരുടെ കൂടെയുള്ള മെക്കാനിക്ക് ആ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് അഴിച്ചെടുത്ത് സ്റ്റബിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ചൂടാക്കിയാണ് അദ്ദേഹത്തിൻ്റെ കൈ അവിടെ നിന്ന് ഒന്ന് റിലീസ് ചെയ്തെടുത്തത്. ഈ ടീമിൽ എന്തായാലും അത്തരം ഒരു മെക്കാനിക്കില്ല, അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ ഡോക്ടർ തയ്യാറല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 15 മിനിറ്റിൽ കൂടുതൽ ഒരാളും വാഹനം ഓടിക്കരുത്. 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആൾക്ക്, 4 പേരാണ് ഇപ്പോൾ വാഹനം ഓടിക്കാൻ റെഡിയായിട്ടുള്ളത്, ഡോക്ടർ ജാക്സ്ട്രോ, ജാഗറോ ആൻഡ് കൊറാസിനി. അപ്പോൾ ആദ്യമായിട്ട് കൊറാസിനി വണ്ടി ഓടിക്കാൻ തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വണ്ടി ജാക്സ്ട്രോയ്ക്ക് കൊടുത്തിട്ട് ക്യാബിൻ്റെ അകത്തേക്ക് വന്നു. അപ്പോഴേക്കും ആകെ തണുത്ത് മരവിച്ച് കാലൊക്കെ ഇങ്ങനെ കോച്ചി പിടിച്ച് ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ കൊറാസിനി വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, 2 ബക്കറ്റ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമല്ല, മഞ്ഞ് ചൂടാക്കി വെള്ളമാക്കി എടുക്കുകയാണ്. അതിൽ ഒരു ബക്കറ്റ് ഈ വരുന്നവരുടെ ശരീരം ചൂടാക്കാൻ മാത്രം, അത് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത്. വണ്ടി ഓടിച്ച് 15 മിനിറ്റ് ഓടിച്ച് വരുമ്പോഴേക്കും അവരത്രയും തളർന്നായിരിക്കും വരിക, അത്രയും തണുപ്പ് ഏറ്റ് അതിൻ്റെ ആഘാതത്തോടെ ആയിരിക്കും വരിക. അപ്പോൾ അവർക്ക് ചൂട് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ബക്കറ്റിൽ വെള്ളം മാറ്റി വെച്ചു. ഡോക്ടർ ഇതിനിടയിൽ അവരുടെ ഡ്രൈവർ ക്യാബിൻ്റെ അകത്തുള്ള തെർമോമീറ്റർ കണ്ട് ഒന്ന് ഞെട്ടി. -55.5 ഡിഗ്രി സെൽഷ്യസ്. നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീൻലൻഡിൽ അതിനേക്കാളൊക്കെ തണുപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർ മേസൻ്റെ IGY ടീമിന് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ തണുപ്പ്, അതായത് ഏറ്റവും ചെറിയ ടെമ്പറേച്ചറാണ് അന്നേ ദിവസം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കഴിക്കുന്നതിനായിട്ട് ഒരു ഭാഗത്ത് നിർത്തി. ട്രാക്ടർ ഓഫ് ചെയ്തില്ല, ഓഫ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ സ്റ്റാർട്ടാവില്ല. അങ്ങനെ
കുറച്ച് കോഫി, അതാണല്ലോ ഇപ്പോൾ ധാരാളമുള്ളൊരു സാധനം, അതേ ഉള്ളൂ, അതിൽ തന്നെ മധുരമില്ല. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ബീഫ്, ബിസ്ക്കറ്റ്, ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ തന്നെ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഓരോരുത്തരുടെയും ഷെയറിൻ്റെ ക്വാർട്ടർ പോർഷൻ മാളുകൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഓരോരുത്തർക്കും കഴിയുക. അപ്പോൾ വളരെയധികം ഈ തണുപ്പ് നേരിടാനുള്ള ഫുഡില്ല. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുള്ള ഒരു ട്രാക്ടറല്ല അത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ സീൽ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഇറച്ചി സ്റ്റോക്ക് ഉണ്ടാവും. അത് അവർക്കുള്ളതല്ല, നായ്ക്കൾക്കുള്ളതാണ്, സ്ലെഡ്ജ് ഡോഗ്സിനുള്ളതാണ്. ജാക്ക് സ്ട്രോ അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കി, ആ ചൂടാക്കുന്ന ആ ഒരു മണം അടിക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് കുറച്ച് കഴിച്ചാലോ എന്ന്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യാത്രയിൽ ഈ സ്ലെഡ്ജ് ഡോഗ്സ് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ ട്രാക്ടർ ഒരിക്കലും നീങ്ങാത്തൊരവസ്ഥയിലെത്തിയാൽ പിന്നെ ഈ ഐസ് ക്യാപ്പിൽ അവർക്ക് ആകെ ഒരു ആശ്രയം ആ ഡോഗ് സ്ലെഡ്ജാണ്. അതുകൊണ്ട് സീൽ മീറ്റിൽ ആരും തൊട്ട് കളിയില്ല. ദാറ്റ്സ് ഓൺലി ഫോർ ഡോഗ്സ്. ഇതിനിടയിൽ ഡോക്ടർ നമ്മുടെ മാഹ്ളറെ ഒന്ന് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ പൾസ് വളരെ വീക്കായിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്, തൊട്ടാൽ അറിയുന്നില്ല. അത്തരം ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഴ്സൺസിന് വളരെ ഡേഞ്ചറസ് ആയൊരു അവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് ഈ തണുപ്പത്ത് അങ്ങനത്തെ അവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഡോക്ടർക്കറിയാം. ആംബ്യൂട്ടേഷൻ, അതായത് കാല് മുറിച്ച് കളയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഡോക്ടർ അപ്പം തന്നെ മിസ് മാർഗരറ്റ് റോസിനോടൊരു കാര്യം പറഞ്ഞു. ഇപ്പം തൊട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം തുണിയിലാക്കി തുടച്ചുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും തണുപ്പ് തട്ടാൻ അനുവദിക്കരുത്. അതിനും മിസ്റ്റർ മാളർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും എന്നോട് അങ്ങനെ ഒരു പ്രത്യേകതയും കാണിക്കരുത്. അത് ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾ ഞാനാണ്, നിങ്ങളല്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം മാർഗരറ്റ് റോസ് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം തുണിയിൽ കുതിർത്ത് അദ്ദേഹത്തിൻ്റെ കാല് തുടച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ചൂട് കിട്ടി ആ കാലിൻ്റെ സെൻസിറ്റിവിറ്റി അത്യാവശ്യം തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് മാറി. 15 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ഡ്രൈവർമാരും അകത്തേക്ക് വരുന്നു. കാലും കയ്യൊക്കെ ചൂടാക്കണം. അതിന് മാത്രമുള്ള ചൂടുവെള്ളം കിട്ടാനില്ല. എന്നുവെച്ചാൽ ഈ മഞ്ഞ് ഉരുകി വെള്ളം ചൂടുവെള്ളമായി വരാൻ സമയമെടുക്കും. ഉരുകി കഴിഞ്ഞാൽ ഉടനെ അതൊരിക്കലും ചൂടുവെള്ളമല്ല, നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം പോലെ ഇരിക്കും. ഐസിൻ്റെ സ്റ്റൗവിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ബക്കറ്റിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത്. അത് വീണ്ടും ചൂടായി വരാൻ പിന്നെയും കുറേ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന് അവരൊരു പരിഹാരം കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോ ടോർച്ച് ഈ ബക്കറ്റിൻ്റെ സൈഡിലേക്ക് വെച്ച് അതിന് എക്സ്ട്രാ ഹീറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഡ്രൈവർമാരല്ലാത്ത ബാക്കിയുള്ള ആൾക്കാർ, അതായത് നമ്മുടെ സോളി ലെവിൻ, പിന്നെ നമ്മുടെ സെനറ്റർ ബ്രൂസ്റ്റർ, അമേരിക്കൻ സെനറ്ററുടെ ഒരു യോഗയും, പിന്നെ മിസ്സസ് ഡാൻസ്ബി ഗ്രെഗ് ആൻഡ് ഹെർ മെയ്ഡ് ഹെലീൻ, ഇത്രയും ആൾക്കാർ ഈ ബ്ലോ ടോർച്ച് കൊണ്ട് ഈ ബക്കറ്റിൻ്റെ സൈഡിൽ ചൂടാക്കി ആ മഞ്ഞുരുകുന്നതിൻ്റെ ഒരു റേറ്റ് കൂട്ടാനുള്ള ശ്രമം തുടങ്ങി. ആ രീതിയിൽ പോയി ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാഹനം നിർത്തിച്ചു. നിർത്തിയ സമയത്ത് അദ്ദേഹം ഷെഡ്യൂളിന് വിപരീതമായിട്ട് സാധാരണഗതിയിൽ 4 മണിക്കും 8 മണിക്കും ജോസിനെ റേഡിയോയിൽ കോൺടാക്ട് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. ഇപ്പോൾ ഡോക്ടർക്ക് തോന്നി എന്തായാലും ഒന്ന് വെറുതെ കാര്യമൊന്നുമില്ല, RCA റേഡിയോ റിപ്പയർ ആവില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാം. ഏതായാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി ഡോക്ടർ ജോസിനെ വിളിച്ചു. അതായത് റേഡിയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഓൺ ചെയ്ത് വിളിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതിൻ്റെ ജനറേറ്റർ ക്രാങ്ക് ചെയ്യാൻ ഒരാൾ വേണം, പിന്നെ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം ജാക്ക് സ്ട്രോ ചെയ്തു. ഡോക്ടർ റേഡിയോ ഓൺ ചെയ്തു, അതിൻ്റെ ട്യൂണിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അല്പനേരം, അതായത് ഒന്നുമില്ല, നമ്മൾ ഈ മൈക്ക് ടെക്സ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഹലോ, someone is calling another one എന്നുള്ള രീതിയിൽ
തുടക്കത്തിൽ അത്രയേ ഉള്ളൂ. അവരുടെ ഒരു കോഡുണ്ട്, ആ കോഡിൽ അവർ സംസാരിച്ചു. ഏകദേശം ഒരു 10 മിനിറ്റോളം ട്രൈ ചെയ്തു, ഒന്നുമില്ല. ശരി നിർത്താം എന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദാദർ എൻഡിൽ നിന്ന് ഒരു സൗണ്ട്. ആകാംക്ഷയോടെ ഡോക്ടർ ചോദിച്ചു, ജോസാണോ? അവിടെ നിന്ന് മറുപടി വന്നു, അതെ സാർ. ഐ എം ഹാപ്പി ടു ഹിയർ യു സാർ. ജോസിൻ്റെ വളരെ ആകാംക്ഷാഭരിതമായ ശബ്ദം ഡോക്ടർ കേൾക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കും സന്തോഷമുണ്ട്. വീണ്ടും ജോസ് പറഞ്ഞു, ഡോക്ടർ സാർ, ഞാൻ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിന് കൊടുക്കാം. ഡോക്ടർ ഞെട്ടി. 3 ആഴ്ച കഴിഞ്ഞ് IGVA ക്യാബിനിൽ എത്താനിരിക്കുന്ന ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിന് റേഡിയോയുടെ മൈക്രോഫോൺ കൊടുക്കാമെന്ന്. ആ ഡോക്ടർ, കാര്യങ്ങളെല്ലാം ജോസ് പറഞ്ഞു. പെട്ടെന്നാണ് ഡോക്ടർ ആലോചിച്ചത്, ഈ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ സംസാരം ഈ ക്യാബിനുള്ളവർ കേൾക്കാൻ പാടില്ല, കാരണം അതിൽ 2 കുറ്റവാളികളുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവിടെ നിന്ന് റേഡിയോയുടെ സ്ഥാനം മാറ്റി. ട്രാക്ടറിൽ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് അവർ റേഡിയോയുടെ ആൻറ്റനയും ജനറേറ്ററും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു. വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു എക്സ് മിലിറ്ററി ക്യാപ്റ്റനാണ്. അതിൻ്റേതായ എല്ലാ ഡിസിപ്ലിനും പ്രാക്ടിക്കൽ വിസ്ഡവും ഉള്ളൊരു മനുഷ്യനാണ്. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഡോക്ടറോടൊന്ന് ഹലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോസ് എന്നോട് വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രാക്ടർ ക്യാബിൽ നിന്ന് കുറച്ച് അധികം എത്തി അല്ലേ? ദൂരെ എത്തി. എത്തി. അവിടെ ടെമ്പറേച്ചർ എത്രയാണ്? -55.5 ഡിഗ്രി. മൈ ഗുഡ്നസ്, അത്രയും താഴ്ന്ന ടെമ്പറേച്ചറോ? ഒരു കാര്യം ചെയ്യുക, തണുപ്പത്ത് നിങ്ങൾക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം ഈ താടിയെല്ലാം ഒക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കും. സംസാരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാം, നിങ്ങളത് കേട്ടാൽ മതി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങളങ്ങനെ എവിടെ എത്തി? അതിന് ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് ഇത്തിരി ദീർഘമായൊരു മറുപടിയാണ് കൊടുത്തത്. ഞാൻ മൺഡേ മോർണിംഗ് റേഡിയോ കേൾക്കുമ്പോൾ, അതായത് ഇവർക്കെല്ലാം ക്യാബിൻ, ഇവരുടെ കയ്യിലൊക്കെ റേഡിയോ സെറ്റ് ഉണ്ടല്ലോ, ക്യാബിനിൽ മാത്രമേ തകർന്നു പോയുള്ളൂ. റേഡിയോ അവർ ഈ കമ്മ്യൂണിക്കേഷന് കൂടാതെ അവർക്ക് പല സ്റ്റേഷൻസ് അതിൽ റിസീവ് ചെയ്യാം. അപ്പോൾ മൺഡേ മോർണിംഗ് ഞാൻ BBC ന്യൂസ് കേട്ടപ്പോൾ കാണാതെ പോയ വിമാനത്തിനെക്കുറിച്ച് അതിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, താങ്കളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കാരണം റേഡിയോ സെറ്റ് തകർന്ന് കിടക്കാനുള്ള, കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിമാനം കാണാതായിട്ടുണ്ട്. അത് ഇൻ്റർനാഷണലി ഗവൺമെൻറ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആ വിമാനം എങ്ങനെയും കണ്ടുപിടിക്കണം. കടലിൽ ഒരുപാട് തെരച്ചിൽ നടന്നു കഴിഞ്ഞു. അതിന് മറ്റേ മിലിറ്ററി വെസൽസ് കൂടാതെ ഫിഷിംഗ് ട്രോളേഴ്സും ഈ കൊമേഴ്ഷ്യൽ ഷിപ്സും എല്ലാം മെസ്സേജ് കൊടുത്ത് ഈ ഒരു വിമാനത്തിൻ്റെ തെരച്ചിലിനായിട്ട് മാറ്റിവെച്ചു. വളരെ വിശദമായൊരു തെരച്ചിൽ നടത്തിയിട്ടും കടലിലൊന്നും ഇതിൻ്റെ യാതൊരു അവശിഷ്ടവും ഇത്രയും നേരം കിട്ടിയിട്ടില്ല. ഐസ് ക്യാപ്പും തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്, ബാഫിൻ ഐലൻഡ്. ഒന്നുകിൽ ആ ഐലൻഡ് അല്ലെങ്കിൽ ഗ്രീൻലൻഡ്, ഇതിലെവിടെയോ ആണ് ഈ വിമാനം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏകദേശം ഒരു അസംഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എല്ലാ IGVA ടീമിനെയും ഗവൺമെൻറ് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ റിസർച്ച് വർക്കൊക്കെ നിർത്തി ഈ വിമാനത്തിൻ്റെ തെരച്ചിലിന് നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പെട്രോൾ കുറവാണ്, അതുകൊണ്ട് എനിക്ക് ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ക്യാബിനിൽ പെട്രോൾ എടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് ജോസ് ഈ വിശേഷങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ ഉടനെ തന്നെ ബേസ് ക്യാമ്പിൽ വിളിച്ച് പറഞ്ഞു, കാണാതായ വിമാനം ഡോക്ടർ മേസൻ്റെ ടീം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർ ബേസ് ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു, അല്ല ഇത്രമാത്രം തെരച്ചിലെടുത്ത് എന്താണ് ഈ വിമാനത്തിന് ഇത്ര പ്രത്യേകത? അതിലെന്താ US പ്രസിഡൻ്റാണോ യാത്ര ചെയ്യുന്നത്, അതോ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയോ? ഇവരൊന്നും അല്ലല്ലോ, സാധാരണ കുറച്ച് ആൾക്കാർ, അത് തന്നെ വളരെ കുറച്ച് ആൾക്കാർ. അതിൽ 10 പേരെ
നമ്മൾ രക്ഷപ്പെടുത്തി. 5 പേര് മരിച്ചുപോയി. അപ്പോൾ ഇതിനിപ്പോൾ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താ? അതിന് ക്യാപ്റ്റൻ മറുപടി പറഞ്ഞു, അത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ചോദിച്ചു, ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞത് അവർക്കും വലിയ ഐഡിയ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇതാണ്. ശരി, ബേസ് ക്യാമ്പിലേക്ക് ഉടനെ അറിയിക്കുക, ഗവൺമെൻറ്റിനോട് അന്വേഷിക്കണം എന്താണ് ഇതിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ്. കാരണം ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ ലൈഫിന് വളരെ റിസ്ക്കാണ്. കാരണം 2 കുറ്റവാളികൾ ഇതിൻ്റെ അകത്തുണ്ട്. അവരാരാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്നൊന്ന് മനസ്സിലാക്കുക. എന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലൂ കിട്ടും ആൾക്കാരെ കണ്ടുപിടിക്കാൻ. അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ഉടനെ ഞാൻ വിളിക്കാം, ബേസ് ക്യാമ്പിലേക്ക് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഒപ്പം തന്നെ ഡോക്ടർ മേസൺ പറഞ്ഞു, ഒപ്പം തന്നെ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ആ പാസഞ്ചർ ലിസ്റ്റ് കിട്ടണം. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, പാസഞ്ചർ ലിസ്റ്റ് ഞാൻ നേരത്തെ ക്യാബിനിലെത്തി ഈ വിമാനം ഡോക്ടറെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പാസഞ്ചർ ലിസ്റ്റ് വേണമെന്ന്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ റേഡിയോ ന്യൂസിൽ നിന്ന് മനസ്സിലായ കാര്യം, ഒരു സെനറ്റർ ബ്രൂസ്റ്റർ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സെനറ്റർ അതിന് സംശയിക്കേണ്ട കാര്യമില്ല, അയാൾ ഒറിജിനൽ സെനറ്റർ തന്നെയാണ്. പിന്നെ ദ മ്യൂസിക്കൽ കോമഡി സ്റ്റാർ മിസ് മേരി ലിഗാഷ് അവരതിൻ്റെ അകത്തുണ്ട്, അതും ശരിയാണ്. പിന്നെ ദ ഹൈ സൊസൈറ്റി ലേഡി മിസ്സസ് ഡാൻസ്പി ഗ്രെഗ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഈ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അതിനുള്ള നടപടി എത്രയും വേണമെന്ന് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കാൻ ബേസ് ക്യാമ്പിൽ പറയൂ. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ശരി, പിന്നെന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഒന്നുമില്ല, സോറി, ഒന്നുണ്ട്. അതെന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആള് മിസ്റ്റർ തിയോഡർ മാളർ ഹൈലി ഡയബറ്റിക്കായി കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഇൻസുലിൻ വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൻസുലിൻ ബേസ് ക്യാമ്പിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് ഒന്നറിയിക്കണം. ഓക്കെ, ഏറ്റു. പിന്നെ ഡോക്ടർ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ? ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. എന്താ? നിങ്ങൾ തിരിച്ചു വന്നൂടെ? തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ഗുണമെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ IGV ക്യാബിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ബേസ് ക്യാമ്പിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ എത്ര ദൂരം പോയി? ഞങ്ങൾ ഏകദേശം ഒരു 200 കിലോമീറ്റർ അവിടെ നിന്ന്. അപ്പോൾ ആലോചിക്കണം, മറ്റവരുടെ ട്രാക്ടർ എത്രത്തോളം സ്പീഡ് ചെയ്യണമെന്ന് ആലോചിക്കണം. ഡോക്ടർ 2 ദിവസം കൊണ്ട് കവർ ചെയ്ത ദൂരത്തിൻ്റെ പകുതി അവർ ഏതാനും ഒരു ദിവസത്തിൻ്റെ ഏകദേശം പകുതി കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. സോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ആൾക്കാരില്ലേ, നിങ്ങൾ 2ഉം ഞങ്ങൾ 6ഉം 8 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 2 കുറ്റവാളികളെ നമുക്ക് നേരിടാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ ഫുഡുണ്ട്. കാരണം ഇവർ 3 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം കൊണ്ട് ഫീൽഡ് എക്സ്പെഡിഷന് പോയ ആൾക്കാരാണ്. അവർ പെട്ടെന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ 3 ആഴ്ച, പിന്നെ ജോസിനും അവിടെ 3 ആഴ്ചത്തെ ഭക്ഷണം ഇവർ വച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ ഫുഡ് ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാം. ഡോക്ടർ ഒന്ന് ആലോചിച്ചു. അപ്പോൾ തൊട്ടടുക്കുന്ന ജാസ്ട്രോ പറഞ്ഞു, വേണ്ട. അപ്പോഴാണ് ഡോക്ടർ ആലോചിച്ചത്, ശരിയാണ്. കാരണം ഇവരിനി തിരിച്ചു പോകുന്നു എന്ന് കണ്ടാൽ ഈ കുറ്റവാളികൾ മനസ്സിലാക്കും തിരിച്ച് ഈ പറഞ്ഞ ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫീൽഡ് എക്സ്പെഡിഷൻ ടീം അടുത്തെത്തി കഴിഞ്ഞു, അങ്ങോട്ട് പോവുകയാണ്. അതോടെ അവർ തനി നിറം പുറത്തെടുക്കും. അവരുടെ അടുത്ത് എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് അറിയില്ല, എങ്ങനെയായിരിക്കും അവരുടെ നീക്കമെന്ന് അറിയില്ല. ആ ഒരവസ്ഥയിൽ തിരിച്ചു പോകുന്നത് മണ്ടത്തരമാണ്. പക്ഷെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കഴിയുന്നതും മെല്ലെ പോവാം, മാക്സിമം സ്പീഡിൽ വരിക, ഞാൻ കഴിയുന്നതും മെല്ലെ പോവാം. അങ്ങനെ ആകുമ്പോൾ ഇന്ന് രാത്രിയോടെ നമുക്ക് മീറ്റ് ചെയ്യാം. അത്രയും പറഞ്ഞ് അവർ സംഭാഷണം നിർത്തി തിരിച്ച് ട്രാക്ടർ ക്യാബിനിലെത്തി. ട്രാക്ടർ ക്യാബിനിലെത്തിയപ്പോൾ നമ്മുടെ സെനറ്റർ ചോദിച്ചു, നിങ്ങളുടെ മറ്റേ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ക്യാബിനിലെ റേഡിയോ ശരിയായോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ക്യാബിനിലെ റേഡിയോ ശരിയായി എന്നുള്ളതാണ് സത്യം. അത് ജോസ് ഒരുവിധം ശരിയാക്കിയെടുത്തു. അപ്പോൾ ഞങ്ങൾ 2 പേരെയും കൂടി ഒരു റിലേ കോണ്ടാക്ട് വഴി സംസാരിപ്പിച്ചതാണ്. ആക്ച്വലി റേഡിയോ ട്രാൻസ്മിഷനിൽ അങ്ങനെ ഒരു ടേം ഇല്ല. സോ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എപ്പോൾ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ കൊറാസിനെ ചോദിച്ചു, അവരുടെ ട്രാക്ടറുടെ സ്പീഡ് എങ്ങനെ?
നമ്മുടേനേക്കാൾ ഒരു ലേശം കണ്ട് കൂടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. അത്ര ഹൈ സ്പീഡ് ട്രാക്ടറൊന്നും അല്ല അതും. ആക്ച്വലി വേറെ ട്രാക്ടറിനേക്കാൾ വളരെയധികം സ്പീഡിൽ ഓടാൻ കഴിവുള്ള ട്രാക്ടറാണ്. അതുപോലെ അതിൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞാൽ വെൽ ഇൻസുലേറ്റഡ് ആണ്. പുറത്തുള്ള തണുപ്പൊന്നും അകത്തേക്ക് കയറില്ല. ആ രീതിയിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ട ക്യാബിനാണ്. അതുപോലെ അതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യൽ ഷീൽഡുകളുണ്ട്. എത്ര തണുപ്പ് വന്നാലും അതിനെ ബാധിക്കില്ല. അത്തരം ഒരു ട്രാക്ടറിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർക്ക് ഒരു ശുഭപ്രതീക്ഷ വന്നു. ഇന്ന് രാത്രിയോടെ മിക്കവാറും എൻ്റെ കഷ്ടകാലമൊക്കെ തീരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഡോക്ടർ വീണ്ടും ടീമിനോടൊപ്പം യാത്ര ആരംഭിച്ചു. വീണ്ടും തെർമോമീറ്റർ ഒന്ന് നോക്കി. രാവിലെ കണ്ടതിനേക്കാൾ ടെമ്പറേച്ചർ വീണ്ടും 1.5 ഡിഗ്രി താഴ്ന്നിരിക്കുന്നു. സോ നൗ ഇറ്റ് ഈസ് -57 ഡിഗ്രി സെൽഷ്യസ്. യാത്ര തുടങ്ങി. അധികം വൈകാതെ തന്നെ ട്രാക്ടർ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് എൻജിൻ ഓഫ് ചെയ്തിട്ടില്ല. ചൂടായ എൻജിൻ്റെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ആ തണുപ്പ് കാരണം പ്രധാനമായിട്ടും കാർബറേറ്ററിൽ ഐസ് ഫോം ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ. പിന്നെ സ്റ്റിയറിംഗ് കോളത്തിന് ഇടയ്ക്കിടയ്ക്ക്, കാരണം ഈ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞു മിക്കവാറും സമയത്ത് ഈ സ്റ്റിയറിംഗ് തിരിക്കേണ്ടി വരില്ല. പിന്നെ പെട്ടെന്നൊന്നും തിരിക്കേണ്ട ആവശ്യം വരും. അതായത് ഈ മഞ്ഞിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഹമക്സ് ആൻഡ് ക്രവാസ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞിൽ പെട്ടെന്ന് ഈ ചെറിയ ഗർത്തങ്ങൾ വരും, വലിയ കുഴികൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് ജാമായിരിക്കും. തണുപ്പ് കാരണം അതിൻ്റെ അകത്തുള്ള ഓയിൽ വീണ്ടും കട്ട പിടിക്കുന്നു. കാരണം അവിടേക്കൊന്നും ഈ എഞ്ചിൻ്റെ ചൂടത്തില്ല. ഈ കാർബറേറ്റർ അതുപോലെ ഈ സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറയുന്ന ഭാഗത്തൊന്നും എഞ്ചിൻ്റെ ചൂടത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ വീണ്ടും ഓയിൽ കട്ട പിടിക്കാൻ തുടങ്ങി. ഇതൊക്കെ പിന്നെ ആഴ്ച ക്ലീൻ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ആ യാത്ര വൈകുന്തോറും ഡോക്ടർക്ക് സന്തോഷമാണ്. കാരണം ഈ യാത്ര ഇങ്ങനെ വൈകി പോകുമ്പോൾ അതിനനുസരിച്ച് ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ ടീം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രശ്നം റേഡിയേറ്റർ ലീക്ക്. നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, ഈ മഞ്ഞിൽ ഇത്രയും തണുപ്പത്ത് യാത്ര ചെയ്യുമ്പോൾ റേഡിയേറ്ററിൻ്റെ ആവശ്യം എന്താ? റേഡിയേറ്റർ തണുപ്പിക്കാനാണല്ലോ, അവിടെ ഓൾറെഡി തണുപ്പല്ലേ. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഈ റേഡിയേറ്റർ തണുപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻജിൻ്റെ പുറംഭാഗമല്ല, എൻജിൻ്റെ ഉള്ളിലാണ്. ആ ഭാഗത്ത് എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ചൂട് കൂടുകയുള്ളൂ. പുറത്ത് എന്ത് തണുപ്പുണ്ടെങ്കിലും എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇന്നർ പാർട്ടിൽസിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റേഡിയേറ്റർ ഇല്ലാതെ എത്ര തണുപ്പത്തും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. റേഡിയേറ്റർ വേണം. റേഡിയേറ്ററിൽ നിന്ന് ആദ്യം ഒരു ലീക്ക് വന്നു തുടങ്ങി. ഈ ലീക്ക് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ വേറെ വഴിയില്ല. കാരണം ലീക്ക് അടയ്ക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വെള്ളം കട്ട പിടിക്കാതിരിക്കാനുള്ള കെമിക്കൽസ് ചേർത്തിയാണ് ആ റേഡിയേറ്ററിൻ്റെ അകത്തുള്ള വെള്ളം. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന ഒരു കെമിക്കലാണ് ഈ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നത്. റേഡിയേറ്റർ വാട്ടറിൽ കൂടെ ആഡ് ചെയ്യുന്നത്. എന്തായാലും അവരുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ അധികം പേടിക്കണ്ട. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം അതവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുവിധം അതായത് ഈ റേഡിയേറ്ററിൽ ലീക്ക് വന്നാൽ ശരിക്കത് ബ്രേസിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് നിർത്തുക. അതിന് പ്രത്യേക ഈ വെൽഡിങ് പോലെ തന്നെ ഒരു സംവിധാനമാണ്. അതൊന്നും ഇപ്പോൾ അവർക്ക് അവിടെ അവൈലബിളല്ല. തൽക്കാലം ആ റേഡിയേറ്ററിൻ്റെ ഹോളിൽ ചില കോർക്ക് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കയറ്റി ഒരുവിധം അവർ വാഹനം ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. വീണ്ടും കാർബറേറ്ററിൻ്റെ പ്രശ്നം, സ്റ്റിയറിംഗ് കോളത്തിൻ്റെ പ്രശ്നം. ഇതിനിടയിൽ ഡോക്ടർ അകത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാവരും ഒരുവിധം, പ്രത്യേകിച്ച് ലേഡീസ് എല്ലാം വല്ലാതെ വീക്കായിരിക്കുന്നു. ആർക്കും അനങ്ങാൻ വയ്യ. എല്ലാവരും ഓരോ ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അല്ല, രസകരമായൊരു സംഭവം ഡോക്ടർ കണ്ടത്, ഈ വേലക്കാരി എന്നുള്ള നിലയ്ക്ക് വളരെ പുച്ഛത്തോടെയാണ് തുടക്കത്തിലൊക്കെ നമ്മുടെ മിസ്സസ് കിരക്ക് ഹെലീനെ കുറിച്ച് പറഞ്ഞത്. അത് രണ്ടാളും കൂടി നല്ല കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സാറിന് പറയും മരണം എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. ഡോക്ടർ ആലോചിച്ചു, മരണം മാത്രമല്ല, ഗ്രീൻലാൻഡ് ഐസ് ക്യാപ്പും എല്ലാവരെയും ഒന്നിപ്പിക്കും. പക്ഷേ എത്ര കാലത്തേക്ക്? കുറച്ച് സമയം. തിരിച്ച് ലണ്ടനിലെത്തിയാൽ കഴിഞ്ഞു. പിന്നെ മകളുടെ അവസ്ഥയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്. മാർഗരറ്റ് റോസി പറഞ്ഞ പോലെ ക്ഷീണമെല്ലാം മാറ്റിവെച്ച് മകളുടെ കാല് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ക്യാബിനിൽ പിന്നെ ഇത്തിരി ആരോഗ്യത്തോടെ അല്പമെങ്കിലും ഈ പറഞ്ഞ വേറെ അവിടെ പണികളുണ്ട്. ഈ ബ്ലോ ടോർച്ച് അടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സോളി ലെവിനും നമ്മുടെ
റവറൻഡ് സ്മോൾവുഡും രണ്ടുപേരും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. സെനറ്ററൊക്കെ ഒരുവിധം സാറിന് സെനറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അയാളും ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടപ്പാണ്. ആ അവസ്ഥയാണ് ഇപ്പോൾ ക്യാബിനിൽ. ആർക്കും ആകെ ആക്റ്റീവായിട്ട് 4 ആൾക്കാർ: ജാക്ക് സ്ട്രോ, ഡോക്ടർ, ജാഗറോ ആൻഡ് കൊറാസിനി. ഈ 4 പേര് മാത്രമാണ് ഒരുവിധം ആക്റ്റീവായിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള 4 പേര് അവർ തന്നെയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ്. ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ ജാക്ക് സ്ട്രോ. ഈ മഞ്ഞും തണുപ്പുമൊക്കെ നമ്മളെത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ രാത്രി ഉറങ്ങിയില്ലെങ്കിലും രാവിലെ നല്ല ഫ്രഷായിട്ടിരിക്കും. ഡോക്ടർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇയാളെന്താ 8-9 മണിക്കൂർ ഉറങ്ങിയോ? 3 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ ക്ഷീണം എന്നുള്ള ഒന്ന് അദ്ദേഹത്തിനില്ല. ഡ്രൈവിംഗ് സെഷൻ കഴിഞ്ഞ് ക്യാബിനിലേക്ക് കയറിയ ഡോക്ടർ കാണുന്നത് നമ്മുടെ റവറൻഡ് സ്മോൾവുഡ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പെട്ടിയുണ്ട്. അത് ഈ മിക്കവാറും എല്ലാ ഈ പ്രീസ്റ്റുകളുടെയും കയ്യിൽ കാണും ഒരു ചെറിയ പെട്ടി. അതിൽ അവരുടെ ആരാധനയ്ക്കുള്ള സാധനങ്ങളായിരിക്കും മെയിനായിട്ട്. അദ്ദേഹം ആ പെട്ടി എടുത്ത് തുറക്കുന്നു. അദ്ദേഹം തന്നെ മെല്ലെ എണീറ്റ് ട്രാക്ടർ സ്ലെഡിലാണ് ഈ പെട്ടി ഇരിക്കുന്നത്. ലഗേജുകൾ മുഴുവൻ അതിൻ്റെ അകത്താണ്. അവിടെ നിന്ന് ആ പെട്ടി എടുത്തുകൊണ്ട് വന്ന് തുറക്കുന്നു. ഡോക്ടർ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ കാണുന്നത് ഒരു ബ്രൗൺ ലോഹയാണ്. അത് അവരുടെ ആചാരപരമായ വേഷം. അതിൻ്റെ അടിയിലേക്ക് കൈയിട്ട് അദ്ദേഹം ഒരു ബൈബിള് പുറത്തെടുത്തു. അതിനുശേഷം സോളി ലെവൻ ബ്ലോ ടോർച്ച് ഉപയോഗിക്കുന്ന സമയത്തെല്ലാം ഇദ്ദേഹം ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒന്ന് ക്ഷീണിക്കുമ്പോൾ പകരം ഇദ്ദേഹം എണീറ്റ് ചെല്ലും. അങ്ങനെ രണ്ടാളും മാറി മാറി ഈ ബ്ലോ ടോർച്ച് വെച്ച് ബക്കറ്റ് ചൂടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒഴിവ് സമയത്തെല്ലാം ബൈബിള് വായിച്ച് ആത്മീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിക്ക് അവരൊരു ഭാഗത്ത് ഹോൾട്ട് ചെയ്തു. അതിൻ്റെ ഉദ്ദേശം 8 മണി സെഷനിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത്രയും കാലം ജോസിനെ ട്രൈ ചെയ്തു. ഇപ്പോൾ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റോട് സംസാരിക്കണം. അവർ വാഹനം നിർത്തി ഏകദേശം ഒരു 100-150 മീറ്റർ അപ്പുറത്ത് ആൻ്റന സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനനുസരിച്ച് ജാക്ക് സ്ട്രോ ആൻ്റണി എടുത്തോട്ട് അങ്ങോട്ട് കടന്നു. ആൻ്റണിയും റേഡിയോ സെറ്റൊക്കെ ആയിട്ട് ജാക്ക് സ്ട്രോ പോയി. ഡോക്ടർ അതിൻ്റെ ഒരു കാര്യം തീരുമാനിച്ചു. റേഡിയേറ്ററിൻ്റെ അതിൻ്റെ ഉദ്ദേശം രാവിലെ മറ്റേ എതിരിൽ ഗ്ലൈക്കോൾ ചേർത്ത ഫ്രഷ് വെള്ളം നിറയ്ക്കണം. മാത്രമല്ല രാത്രി അതിൻ്റെ അകത്തിരുന്ന് വെള്ളം കട്ട പിടിക്കാൻ പാടില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നു. ആ റിലീസ് നെട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റവും താഴെയാണ്. കുനിഞ്ഞു നിന്ന് അത് അഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ പുറകെ കൂടെ നടന്നു വരുന്ന ശബ്ദം കേട്ടു. ഡോക്ടർ വിചാരിച്ചത് ജാക്ക് സ്ട്രോ ആൻ്റന റെഡിയാക്കി വെച്ച് വിവരം പറയാൻ വന്നതാണെന്നാണ്. അങ്ങനെ ഡോക്ടർ ഒന്ന് നിവർന്നു തിരിഞ്ഞൊന്ന് നോക്കിയതേ ഓർമ്മയുള്ളൂ. നെറ്റിയിൽ ശക്തമായൊരു അടി കിട്ടി. ഡോക്ടർ അവിടെ ബോധം കെട്ട് വീണു. പിന്നീട് ഡോക്ടർക്ക് ഓർമ്മ വരുമ്പോൾ ഡോക്ടർ ജാക്ക് സ്ട്രോയുടെ കൈക്കുള്ളിൽ കിടക്കുകയാണ്. ജാക്ക് സ്ട്രോ കുലുക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ മേസൺ എന്ന് ഉള്ള ജാക്ക് സ്ട്രോയുടെ വിളി കേട്ടാണ് ഡോക്ടർ എഴുന്നേറ്റത്. എഴുന്നേറ്റ വഴിക്ക് ജാക്ക് സ്ട്രോ ചോദിച്ചു, ആരാണിത് ചെയ്തതെന്ന് വല്ല പിടിയുണ്ടോ? നമ്മളൊക്കെയാണ് ഈ സാധാരണ ഒരാൾ കിടക്കണേണ്ട എന്തു പറ്റി? ജാക്ക് സ്ട്രോ അങ്ങനത്തെ ആളല്ല. എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പിന്നെ അത് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അത് ചോദിച്ച ചോദ്യം ഇതാണ്, ആരാണിത് ചെയ്തത്? ഡോക്ടർ പറഞ്ഞ ഒരേ ഐഡിയയില്ല. ഒന്നാമത് ഇരുട്ട്, രണ്ടാമത് ഞാൻ ഒന്നിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴേക്കും അടി വീണ് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്തിനായിരിക്കും? കാരണം ഡോക്ടറെ കൊല്ലാനുള്ള ഉദ്ദേശമില്ല. കൊല്ലാൻ ഈ അടി പോരാ, വേണമെങ്കിൽ അങ്ങനെ അടിക്കാമായിരുന്നു. പക്ഷേ ഇതല്ല, വേറെന്തോ കാര്യമുണ്ട്. ഡോക്ടർ പെട്ടെന്ന് വിചാരിച്ചു, എൻ്റെ ഗണ്ണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൻ്റെ അകത്തെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. കേണൽ ഹാരിസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗണ്ണും അതിൻ്റെ സ്പെയർ ബുള്ളറ്റ്സും എല്ലാം കൃത്യമായിട്ട് ആ വച്ച സ്ഥലത്തൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അദ്ദേഹം നോക്കിയത് മറ്റേ സൈഡിലുള്ള പോക്കറ്റ്. അവിടെ വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ കേണൽ ഹാരിസൻ്റെ ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേപ്പർ കട്ടിങ് കിട്ടിയിരുന്നു. ഒരു ട്രെയിൻ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു പേപ്പർ കട്ടിങ്. ആ പേപ്പർ കട്ടിങ് മിസ്സിങ്, അത് കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു, അത് നഷ്ടമായിരിക്കുന്നു. അത് കിട്ടാനാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. പേപ്പർ കട്ടിങ്ങോ? എന്താ ഇത്?
ഡോക്ടർ പറഞ്ഞു, ഡോക്ടറോ, താനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലോകോത്തര വിഡ്ഢിയോടാണ്. എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും സമയമായിട്ട്, അതായത് മൺഡേ കിട്ടിയതാണ്, ഇത്രയും നേരം ഞാനത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് അതിലെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. അത് ശരി. അപ്പം പിന്നെ അവർ അത് എടുത്തുകൊണ്ട് പോയാൽ സംശയിക്കാനൊന്നുമില്ല. അതെന്താ? അവർക്കറിയില്ലല്ലോ ഞാൻ വായിച്ചിട്ടില്ല എന്ന്. അവർ വിചാരിക്കും ഞാനതിപ്പോൾ ഒരു ഡസൻ തവണയെങ്കിലും വായിച്ചു കാണുന്നു. അല്ല ഡോക്ടർ, താങ്കളത് വായിച്ചിരുന്നെങ്കിൽ ഈ കുറ്റവാളികളിലേക്ക് എത്താനുള്ള എന്തോ ഒരു ഹിൻ്റ് അതിലുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ട് താങ്കൾ അങ്ങനെ അറ്റംപ്റ്റ് നടത്താത്തതുകൊണ്ട് അവർക്ക് ഉറപ്പാണ് താങ്കൾ ഇത്രയും നേരം അത് വായിച്ചിട്ടില്ല. ഇനി വായിക്കാതിരിക്കാനാണ് ഇപ്പോൾ അത് എടുത്തുകൊണ്ട് പോയത്. ഡോക്ടർ ആലോചിച്ചു, ജാക്സ്ട്രോ ആ പറഞ്ഞത് വളരെ ശരിയായ ഒരു പോയിൻ്റാണ്. പിന്നെ അദ്ദേഹം ആലോചിച്ചു, ഞാൻ ജാക്സ്ട്രോയോടെങ്കിലും ആ പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യം പറയേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹം ആലോചിച്ചു, എങ്ങനെ ഇവന്മാർ മനസ്സിലാക്കി എൻ്റെ കയ്യിൽ ഇങ്ങനെ പേപ്പർ കട്ടിങ് ഉണ്ടെന്ന്. എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, സാധനം പോയി, പേപ്പർ കട്ടിങ് പോയി. അതിനുശേഷം ഡോക്ടർ അകത്ത് കയറി മിററിൽ നോക്കി, അത്യാവശ്യം നെറ്റിയിൽ നല്ല രീതിയിലുള്ള മുറിവുണ്ട്, ചെറുതായിട്ട് ബ്ലീഡിങ്ങും ഉണ്ട്. നിങ്ങളാലോചിക്കാം, നല്ല രീതിയിൽ മുറിവുണ്ടായിട്ട് എന്താ ചെറുതായിട്ട് ബ്ലീഡിങ് എന്ന്? കാരണം വേറൊന്നുമല്ല, ആ തണുപ്പത്ത് അങ്ങനെ ബ്ലീഡിങ് വരില്ല, രക്തം പെട്ടെന്ന് കട്ട പിടിക്കും. എന്തായാലും ഡോക്ടർ ആ മുറിവൊക്കെ ഒന്ന് മിററൊക്കെ നോക്കി ഡ്രസ്സ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാഗറോ വളരെ സ്നേഹത്തോടെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്തു പറ്റി ഡോക്ടർ? അപ്പോൾ ഡോക്ടറാണിങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ പുറത്തോട്ട് നടന്നപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോയി തലയടിച്ച്. സാഗറോ അങ്ങനെ ചമ്മി ഒരു മൂലയ്ക്ക് വെരുപ്പായി. വീണ്ടും ഡോക്ടർ പുറത്തിറങ്ങി. ജാക്സ്ട്രോയും അതേപടി ആൻറ്റന സെറ്റ് ചെയ്ത ഭാഗത്ത് വന്നു, റേഡിയോ കണക്ട് ചെയ്തു. അതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ അവരൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് കാണും. അതിനാണ് ഇവർ എപ്പോഴും ഈ സെറ്റ് ഒന്ന് പറഞ്ഞാൽ ആദ്യം ഓരോ ടൈം പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ സെറ്റ് ഓൺ ചെയ്യുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ അല്ല, എളുപ്പമുള്ള പണിയല്ല. ഒരാൾ ഈ ജനറേറ്റർ ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാരണ പോലെ ബാറ്ററി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് സോക്കറ്റിൽ കുത്തിയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് സമയത്ത് മാത്രമേ ഇത് ഓൺ ചെയ്യുള്ളൂ. സോ അവർ ചെന്നു, ആൻറ്റിന കണക്ട് ചെയ്തു, റേഡിയോ ഓൺ ചെയ്തതും അവിടെ നിങ്ങോട്ട് ജോസിൻ്റെ ശബ്ദം, സാർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ജോസ്. അപ്പോഴേക്കും ജോസ് ഫോണ് ക്യാപ്റ്റന് കൊടുത്തു. ക്യാപ്റ്റൻ സംസാരിക്കാൻ തുടങ്ങി. താങ്കൾ പറഞ്ഞ കാര്യമല്ല ഞാൻ ബേസ് ക്യാമ്പിലേക്ക് അറിയിച്ചു. പാസഞ്ചർ ലിസ്റ്റ് കിട്ടാൻ അപ്പം തൊട്ട് അവിടെ നിന്ന് ശ്രമിക്കുകയാണ്. കാരണം അത് US നിന്ന് കിട്ടണം, അവിടെ നിന്നാണല്ലോ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അതിന് വൈകും. മറ്റൊരു കാര്യം, എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് വെളിപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറല്ല. അവരിങ്ങനെ അവിടെ എവിടെയും തൊടാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഊഹിക്കുന്നത്, കാരണം അദ്ദേഹം ഒരു മിലിറ്ററി സ്റ്റാഫായിരുന്നല്ലോ ഒരു കാലത്ത്, എനിക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ്, അങ്ങനെ എന്തോ ഒരു സാധനം ആരോ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തോന്നുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് മിക്കവാറും കേണൽ ഹാരിസൺ ആയിരിക്കും അത് കൊണ്ടുപോയിരുന്ന ആൾ. ഡോക്ടർ ചിന്തിച്ചു, ശരിയാണ്. കാരണം പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ മരിച്ചിരുന്ന ഒരേ ഒരാൾ, ഷൂട്ട് ചെയ്യപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് കേണൽ ഹാരിസനാണ്. ഡോക്ടർ പറഞ്ഞ അടുത്ത കാര്യം, അതായത് ഇൻസുലിൻ, അത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നമ്മുടെ ബേസ് ക്യാമ്പിലെത്തും. അപ്പോൾ ഡോക്ടർ തീരുമാനിച്ചു, എന്തായാലും ഇത്രയൊക്കെ ആയി, ഇന്നിനി യാത്ര വേണ്ട, ഇന്നിവിടെ ഹോൾട്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ ടീം ഇവിടെ എത്തും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ എത്തും. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഡോക്ടർ ചോദിച്ചു, ആ ക്യാപ്റ്റൻ, നിങ്ങൾ എത്ര ദൂരം എത്തി? നമ്മൾ നേരത്തെ സംസാരിച്ച സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരെ എത്തി. 12 കിലോമീറ്റർ ഇത്ര നേരം കൊണ്ടോ? അതെ. എന്താ നിങ്ങളീ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ഡോക്ടർ. നിങ്ങളുടെ ക്യാബിൽ നിന്ന് കാണാതെ പോയ ഷുഗർ ഉണ്ടല്ലോ, അത് എടുത്തവർ അത് നമ്മുടെ സ്പെയർ പെട്രോൾ ക്യാനിലെല്ലാം കലക്കി. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ എൻജിൻ അഴിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഈ ഷുഗർ പെട്രോളിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും നിറച്ചാൽ
ഞങ്ങൾക്ക് യാത്ര തുടരാൻ പറ്റുള്ളൂ.